ഒരു കഥ കൂടി പറയാം. കഥയല്ല സംഭവം. ഞങ്ങൾ ബാംഗ്ലൂർ ഓഫീസ് തുടങ്ങി. ഓഫീസ് ഫാക്ടറി തമ്മിൽ കുറെ ദൂരമുണ്ട്. അപ്പൊ ഞാൻ എപ്പോൾ ചെന്നാലും അങ്ങോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ് ഈ ഫാക്ടറിയിലേക്ക് പോകണം. അപ്പൊ ഓട്ടോ ഓടിച്ചുകൊണ്ട് ചേട്ടനുണ്ട്, സ്ഥിരമായിട്ട് പുള്ളിനെ വിളിക്കണം. പുള്ളി എപ്പോഴും എന്നോട് ഇത് പറയും, മാത്യു എന്റെ മകൻ ഒന്നും പിടിക്കുന്നില്ല, എന്തെങ്കിലും പഠിച്ചിരുന്ന അവന് നിങ്ങളുടെ കമ്പനിയിൽ എന്തെങ്കിലും ജോലിക്കാൻ കയറ്റും. അവൻ എന്ത് ചെയ്താൽ പഠിക്കില്ല, അവൻ ആകെ കബഡികൾ തന്നെ, കബഡികളി ഒന്നും കേൾക്കില്ല, പറഞ്ഞാലും മനസ്സിലായിരുന്നത്. കുറെ നാൾ ഞങ്ങൾക്ക് ആറായി, ഞങ്ങളെ ചേട്ടന് തിരക്കാണ്ടായി, കാണാണ്ടായി. കുറെ നാൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ചേട്ടനെ കണ്ടു. അപ്പൊ ചേട്ടനെ ചോദിച്ചു, ചേട്ടാ മകൻ അവനിപ്പോ പൂനെയിലെ ഒരു കബഡി ടീമിൽ മെമ്പറാണ്. ഒരു വർഷത്തെ വരുമാനം 60 ലക്ഷം രൂപയാണ്. അതായത് ഒരു മാസം 5 ലക്ഷം രൂപ. ഞാൻ കഴിഞ്ഞ കോതമംഗലത്തൊരു മീറ്റിംഗ് പോയി. ഞാനും ഉണ്ടായിരുന്നു, നമ്മുടെ ഇപ്പൊ പെൻഷൻ പറ്റി VP ജോയ് സാറല്ലേ, നമ്മുടെ ചീഫ് സെക്രട്ടറി ജോയ് സാർ ഉണ്ടായിരുന്നു, മാത്യു കുടുന്നാർ MLA ഉണ്ടായിരുന്നു. ഞാൻ IAS കാരണം ജോയ് സാറിന് വിളിച്ചു, സാറിന് കിട്ടുന്നുണ്ടോ 5 ലക്ഷം രൂപ? ഇല്ല മാത്യു, കബഡി കളിക്കാൻ നടന്നവൻ അപ്പം വഴക്കിട്ട് വിട്ടവനാണ് എന്ന് പറഞ്ഞത് മാതിരി നിങ്ങളുടെ മക്കളുടെ ഇഷ്ടങ്ങൾ എന്താണോ അതിനെല്ലാത്തിനും ചാൻസ് ഇന്ന് ലോകത്തുണ്ട്.